ക്രിസ്തുവിലേവർക്കും സ്നേഹവന്ദനം. നമ്മൾ 2023 വർഷം കഴിഞ്ഞ് 2024 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതുവത്സരത്തിൽ കഴിഞ്ഞ വർഷം 2023 സഭയ്ക്ക് ഹെവൻലി റെവല്യൂഷൻ ചർച്ചിന് കർത്താവ് തന്ന വാഗ്ദത്ത വചനം ദി ഇയർ ഓഫ് ന്യൂ ബിഗിനിങ് ആയിരുന്നു. പുതിയ വർഷത്തിൻ്റെ ആരംഭം എന്ന ആ തീമിലാണ് 2023 വർഷം നമ്മുടെ മുന്നേ കടന്നുപോയത്. ചർച്ച ആരംഭിച്ചതിന് ശേഷം 10ാം വർഷമാണ്. ഹെവൻലി റെവല്യൂഷൻ ചർച്ചിൻ്റെ 10ാം വർഷമായിരുന്നു 2023. എല്ലാം കൂടെ 2023 ഓരോ ആഴ്ചകളും പുതിയത് കാണുവാനും പുതിയത് ആരംഭിക്കുവാനും പുതിയതിനെ പ്രാപിക്കുവാനും ദൈവം അനുവദിച്ചു. ഏറ്റവും സന്തോഷകരമായ വർഷമായിരുന്നു സഭയുമായുള്ള ബന്ധത്തിൽ. അതിനകത്ത് കടന്നു വന്ന ദൈവജനത്തിനും അതിനകത്ത് എന്നോടുകൂടെ പ്രവർത്തിച്ച സ്പിരിച്വൽ മക്കൾക്കും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത ഒരു അനുഭവമായിരുന്നു 2023. ഈ 2023 ഭവനമില്ലാതെ സഭയ്ക്കകത്ത് കടന്നു വന്ന വ്യക്തികൾക്ക് ഭവനത്തിൻ്റെ പണികൾ ആരംഭിക്കുവാനും, കുഞ്ഞുങ്ങളില്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന പലർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടു. ആയതുപോലെ ഞങ്ങൾ ഈ 10 വർഷം നടത്താത്ത പല മീറ്റിങ്ങുകളും സ്റ്റാർട്ട് ചെയ്തു. അതിൽ എടുത്തു പറയേണ്ടത് 3 ദിവസത്തെ ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഒരു കോൺഫറൻസാണ്. അത് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. ഞാനും ടീമുമാണ് അതിനുവേണ്ടി ശുശ്രൂഷിച്ചത്. അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു. 3 ദിവസം കൊണ്ട് സഭയ്ക്കകത്തും സഭയിൽ നിന്ന് പുറത്തു വന്ന അല്ലെങ്കിൽ മറ്റുള്ള സഭകളിൽ നിന്ന് വന്ന കർത്താവിൽ വിശ്വസ്തരാകണമെന്നും വേലക്കാരാകണമെന്നും പറഞ്ഞ ആ മീറ്റിങ്ങിൽ പ്രാർത്ഥനയോടെ കടന്നു വന്ന കർത്തൃദാസന്മാരെ, കർത്തൃഭൃത്തന്മാരെ എല്ലാം കർത്താവ് തൊടുന്നത്, പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വന്ന് തൊടുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. അതിലൂടെ ഒരു കൂട്ടം വ്യക്തികൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. ശുശ്രൂഷകൾ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ വലിയ അസാധാരണമായ മഹത്വം വെളിപ്പെട്ടു. ഈ 2023 കഴിയുന്നതിന് മുന്നേ തന്നെ അവർ പല പുതിയ തുടക്കങ്ങളും ആരംഭിക്കുന്നത് കാണുവാനും അവരുടെ സാക്ഷികൾ കേൾക്കുവാനും പരിശുദ്ധാത്മാവാം ദൈവം എനിക്കും സഭയ്ക്കും കൃപ നൽകി. ആയതുപോലെ മറ്റൊരു കാര്യമാണ്, ഈ 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തുവാൻ കഴിഞ്ഞു. പാസ്റ്റർ സജി മത്തായി, പാസ്റ്റർ ജിതിൻ മാവേലിക്കര, പാസ്റ്റർ അജി ബ്ലെസ്സിങ്, പിന്നെ ഞാനും എൻ്റെ സ്പിരിച്വൽ സണ്ണായ സാമുവൽ BS ആ മീറ്റിങ്ങിൽ സംസാരിക്കുവാനും ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ, വലിയ ഓപ്പണിങ്ങൾ, വലിയൊരു സഭയെ മറ്റൊരു റേഞ്ചിലേക്ക് കയറ്റുന്നതും ഒരു പുതിയ തുടക്കം ആരംഭിക്കുന്നതും ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. അതുപോലെ 10ാം വർഷത്തെ വാർഷിക കൺവെൻഷൻ നടത്തി. ഈ വാർഷിക കൺവെൻഷനും പാസ്റ്റർ ബൈജു കാട്ടാക്കട ആണ് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചത്. കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 2022 വരെ കാണാത്ത വലിയ തുടക്കങ്ങൾ തന്നെയായിരുന്നു എല്ലാ മീറ്റിങ്ങുകളും. കാരണം കർത്താവ് ഒരു വാക്ക് കഴിഞ്ഞ 2022 ഒക്ടോബർ മാസം എനിക്ക് തന്ന വാക്കാണ് പുതിയ വർഷത്തിൻ്റെ ആരംഭം എന്ന വാക്ക്. ആ വാക്കിൽ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എന്തൊക്കെയാണോ എന്നോട് സംസാരിച്ചത് അതൊക്കെ അതിനകത്ത് നിവർത്തീകരിക്കുന്നത് കാണുവാനും പല പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുവാനും കഴിഞ്ഞു. ഈ പുതിയ തുടക്കങ്ങളുടെ ആരംഭം കർത്താവ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ അത് നിലച്ചു പോകുന്ന ആരംഭമല്ല. ഞാൻ വിശ്വസിക്കുന്നു അത് തുടർമാനമായി 2024 തുടർന്നുള്ള വർഷങ്ങളിലും അത് ഞങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ടും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ കാണുന്ന നിങ്ങൾക്കും അത് പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്തും പല അത്ഭുതങ്ങൾ നടന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നോട് വിളിച്ച് സാക്ഷികൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുന്ന പലരും എന്നോട് പറയാറുണ്ട്, പാസ്റ്റർ ഈ വർഷം ഏറ്റവും അനുഗ്രഹപ്പെട്ട വർഷമായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പ്രകാരം എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അതേപോലെ 2024 ഒക്ടോബർ മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് ഈ വർഷത്തെ വാഗ്ദത്ത വചനം നമുക്ക് തന്നു, വാഗ്ദത്ത വിഷയത്തെ തന്നു. വെളിപ്പെടുത്തലിൻ്റെ വർഷം എന്നാണ് ഈ വർഷം കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ 2024 ഹെവൻലി റെവല്യൂഷൻ ചർച്ചിൻ്റെ എല്ലാ മെമ്പറോടും ഈ യൂട്യൂബ് ചാനൽ എന്നെ സ്ഥിരമായി കാണുന്ന ശ്രോതാക്കളായ പ്രിയ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു, നിങ്ങളുടെയും എൻ്റെയും സഭയുടെയും എല്ലാവരുടെയും വെളിപ്പെടുത്തലിൻ്റെ വർഷമാണ് ഈ വർഷം.
കർത്താവ് പല കാലങ്ങളായി ഒളിപ്പിച്ചു വെച്ച, പല കാലങ്ങളായി സാത്താൻ മൂടിവെച്ച ദൈവസഭ പുറത്തു വരാൻ പോകുന്നു. നിങ്ങളാകുന്ന സഭ, നിങ്ങളാകുന്ന വ്യക്തിത്വം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടോ, തകർച്ചകളുണ്ടോ, കഴിഞ്ഞ നാളുകൾ എന്തുകൊണ്ട് കർത്താവേ, എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പാടിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുന്നില്ല, എൻ്റെ കടങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല, എൻ്റെ ആരോഗ്യം എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നു എന്ന് ചോദിച്ച വ്യക്തികൾക്കുള്ള മറുപടിയാണ് 2024. ഇത് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞൊരു പ്രവചന ദൂതായി ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതങ്ങളിൽ വലുത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ കർത്താവ് നടത്തിയ വിധങ്ങളെ ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റത്തിൽ അബ്രഹാം ദൈവത്തിൻ്റെ ആരെന്ന് തെളിയിച്ചതുപോലെ ലോത്തിനെ ശത്രുസേന അല്ലെങ്കിൽ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന, അബ്രഹാമിനോടുകൂടെ വളർന്നു വന്ന അഭ്യാസികളായ 318 പേരെ കൊണ്ട് ആ സൈന്യത്തെ തോൽപ്പിച്ച് ലോത്തിനെയും ശത്രു കൊണ്ടുപോയ എല്ലാ സമ്പത്തിനെയും തിരിച്ച് മടങ്ങിക്കൊണ്ടുവന്നപ്പോൾ രാജാക്കന്മാരുടെ മുന്നേ അബ്രഹാം വെളിപ്പെട്ടതുപോലെ, യാബോക്കെന്ന കടവിൽ ദൈവത്തോട് മൽപിടിച്ചപ്പോൾ യാക്കോബ് വെളിപ്പെട്ടതുപോലെ, ഒരു രാജ്യമായി മാറിയതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. എൻ്റെ പ്രിയ ജനമേ, ഈ 2024 നമ്മെല്ലാം കർത്താവ് വെളിപ്പെടുത്തും. നീ ഇതുവരെ പ്രാർത്ഥിച്ച, കരഞ്ഞ, എവിടെയൊക്കെ ഒറ്റപ്പെട്ട, ആരുമില്ല എന്ന് തോന്നിയ, നിന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് തോന്നിയ ഏതെങ്കിലും ചരിത്രമുള്ളവർ എന്നെ ഈ മെസ്സേജിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ 2024 നിങ്ങളുടെ വർഷമാണ്, സഭയുടെ വർഷമാണ്, കർത്താവിന് വേണ്ടി രാത്രി പകലില്ലാതെ അധ്വാനിച്ചവൻ്റെ വർഷമാണ്. 2023 എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. എൻ്റെ സ്പിരിച്വൽ സണ്ണായിരിക്കുന്ന ഷാമുൽ BS എന്ന് പറയുന്ന പ്രിയ മകനും സ്പിരിച്വൽ സണ്ണായിരിക്കുന്ന ഗീതുവും, ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾ, സഭയ്ക്കകത്തുള്ള വ്യക്തികൾ, അദ്ദേഹം എഴുതിയ, ഷാമുൽ BS എഴുതിയ പാട്ട് യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തു. നിങ്ങളെല്ലാം അത് കണ്ടു, പ്രോത്സാഹിപ്പിച്ചു. എല്ലാവർക്കും നന്ദി പറയുന്നു. അതിനോടൊപ്പം എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ 2024 എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു വലിയ അനുഗ്രഹമായി തീരും. 2024 നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്ന വലിയ മഹത്വത്തിനായി ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ വെളിപ്പെടേണ്ട ആവശ്യകത ഉണ്ട്, അവിടെ ദൈവം കൃത്യസമയത്ത് 2024 സ്റ്റാർട്ടിങ് തന്നെ, ഈ ജനുവരി മാസം ഇന്ന് 2-ാം തീയതിയാണ്. ഈ 2-ാം തീയതി അല്ലെങ്കിൽ ജനുവരി മാസം 1-ാം തീയതി മുതൽ തന്നെ പല സ്ഥലങ്ങളിലും വെളിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നമ്മൾ കാണും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. ഗോഡ് ബ്ലെസ് യു ആൾ.